തനു സോനൂസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന എൻ്റെ കയ്യിലുള്ള ഒരുവിധം പ്രാവുകളെ ഞാനിന്ന് കാട്ടുന്നുണ്ട്. പിന്നെ പിടിക്കാൻ പറ്റാത്ത പ്രാവുകളെ പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, അത് ക്ഷമിക്കണം എല്ലാവരും. ചില ഇതൊന്നും പിടിക്കാൻ പറ്റില്ല, നല്ല പറച്ചിലുള്ള പ്രാവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞങ്ങളിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും ഗൈസ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ചെയ്യുക. ഫസ്റ്റ് പെയർ എന്ന് പറയുന്നത് നമ്മളെ ഒരു ഫാൻറ്റയിലും ഇന്ത്യൻ ഫാൻറ്റയിലാണ് കേട്ടോ ഗൈസ്. വൈറ്റാണ്, ഫുൾ വൈറ്റാണ്. അതിനിട്ടിരിക്കുന്നത് പറയുന്നത് അടിപൊളി ഒരു ഓസ്ട്രേലിയയാണ് ഗൈസ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ മുട്ടയിട്ടിരിക്കുന്നു, അത് നമ്മൾ വിരിഞ്ഞില്ല ഗൈസ്. അത് ഒരേ ഒരു മുട്ടയെ ഇട്ടിരുന്നുള്ളൂ ഗൈസ്. അപ്പോൾ ഇവറ്റങ്ങളെ റേറ്റ് എന്ന് പറയുന്നത് കാശൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇത് 750 രൂപയാണ് ഫാൻറ്റയിലിൻ്റെ അഡൽട്ട് പെയർ. ഓസ്ട്രേലിയൻ അറിയുന്നത് 1000 രൂപയൊക്കെ ഉണ്ട് ഇപ്പോൾ മെയിൻ വില. ഇപ്പോൾ ഓസ്ട്രേലിയനൊക്കെ ചെറിയൊരു ഡിമാൻഡ് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത ബ്രീഡിനെ ഞാൻ കാട്ടിത്തരാം. അടുത്തൊരു അടുത്തെന്ന് പറയുന്നത് ലാഹോറിയാണ്. ഒരു സാൻഡിൽ ബാർ കളറാണ്. ഇതിന് ഞാൻ എടുത്ത റേറ്റ് എന്ന് പറയുന്നത് 1000 രൂപയ്ക്കാണ്. അധികം മാർക്കിംഗ് ഒന്നും അധികമില്ല, എന്നാലും അത്യാവശ്യം നല്ല ബേഡ് തന്നെയാണ്. പിന്നെ അടുത്തത് ഞങ്ങൾ കാട്ടിത്തരാം. അടുത്തെന്ന് പറയുമ്പോൾ ഫുൾ വൈറ്റ്, അത്യാവശ്യം നല്ല, ഇത് ബ്രീഡിംഗ് പെയറാണ് ഗൈസ്. ഇതൊരു ചെമ്മൻ. ഇവറ്റങ്ങളുടെ റേറ്റ് എന്ന് പറയുമ്പോൾ ഇതിന് 300 രൂപ മിനിമം വരും, ഇതിന് 250 രൂപ. ഇത് നന്നായിട്ട് കുഞ്ഞുങ്ങളാക്കി തരുന്നതാണ്. ഇതിൻ്റെ ഈ മെയിലിൻ്റെ ഒരു 2 കുഞ്ഞു കൂടിയുണ്ട്, ഫീമെയിലിൻ്റെ ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ ഈ ഇവറ്റകളെ ഞാൻ അയച്ചിടാൻ പോവുകയാണ് ഗൈസ്. അടുത്തെന്ന് പറയുമ്പോൾ ഒരു അടിപൊളി ഒരു പ്രാവനെയാണ് ഗൈസ്. ഇത് അടിപൊളി ഒരു പ്രാവനെയാണ്. ആളിപ്പോൾ ജോലിയായിരിക്കുകയാണ്. ആളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ പെയറിനെ. ആയിട്ടുകളിപ്പോൾ എഗ്ഗിങ് സ്റ്റാർട്ടാകാൻ പോകുന്നുള്ളൂ. കണ്ടോ ഗൈസ്, നല്ല പെർഫോമൻസ് തന്നെയാണ് അത് എപ്പോഴും കാഴ്ചവെക്കുന്നത് തന്നെ. ഇവിടെ തന്നെ ഇറങ്ങിയ കുഞ്ഞാണ് ഗൈസ്. അടുത്തത് കാട്ടിത്തരാം. ഇനി വേറെ കുറച്ചെണ്ണം ഉണ്ട്, അത് ഡബിൾ കണ്ണിയാണ് ഗൈസ്. ഇതിൻ്റെ പെയറും കൂടി ഉണ്ട്, ഒരെണ്ണം കൂടി ഉണ്ട്. അതിനെ ഞാൻ കാട്ടിത്തരാം. ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് പ്രാവിൻ്റെ ഒക്കെ. പിടിക്കാൻ കിട്ടുന്നില്ല ഇതിൻ്റെ പെയറിനെ. വേണ്ട, അതിൻ്റെ പെയറിനെ കാട്ടിക്കൊടുത്താൽ മതി. ഇതിൻ്റെ പെയറാണ്, ഇത് ഇതിൻ്റെ പെയറാണ്. അത്യാവശ്യം പെർഫോമൻസ് ഉള്ളത്. ഇത് എൻ്റെ എത്തിയിട്ട് 2 കൊല്ലമൊക്കെ ആയി. ഇനി അടുത്തതിനെ കാട്ടിത്തരാം. എൻ്റെ അനിയനാണ് കേട്ടോ പിടിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഒരു ജെറ്റ് ബ്ലാക്ക് ആണ്. നല്ല ഭംഗിയുണ്ട്. ഇതിനെ ഞാൻ സെയിലിനാക്കാനുള്ളതാണ്. ഇതിനെ കൊടുക്കുന്നത് 250 രൂപയ്ക്കാണ്. മെയിലാണ് കേട്ടോ അത്.
അതിൻ്റെ പേരാണിത്. ഈറ്റകളിപ്പോൾ എഗ്ഗിങ്ങിനാണ്. ഇത് നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചകൊള്ളുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മറ്റേ ആദ്യം കാണിച്ചതിന് 2 റേറ്റ് ഞാൻ പറയേണ്ടത്. അതിനധികം കാശൊന്നുമില്ല. 250 100 ഉള്ളൂ അതിന്. ഇതെന്ന് പറയുന്നത് 750. ഇത് ഒരു മിനിമം 600 എങ്കിലും വരും. ഇത് ഒരെണ്ണം മിക്സറിനാണ് കേട്ടോ. ഞാൻ അടുത്തതിനെ കാട്ടിത്തരാം. വീട്ടുകളെ ഇറങ്ങുന്നില്ല. വീട്ടുകളെ പിടിച്ചെന്നെ ഇറക്കേണ്ടി വരും. ഈറ്റങ്ങളെ പെയറാക്കാൻ ഇടുന്നുള്ളൂ ഗൈസ്. ഈറ്റങ്ങൾ എന്ന് പറയുന്നത് ഇതിന് പറയുന്നത് 300 രൂപയായി. ഇതിന് 300 തന്നെയാണ്. ഈറ്റങ്ങൾ രണ്ടുപേർക്കും മഫൊക്കെ ഉണ്ട്. നല്ല ബേഡ്സ് തന്നെയാണ് ഈറ്റകൾ രണ്ടുപേരും. ഈറ്റങ്ങളെ ഇത് പുതിയ ബേഡാണ് കേട്ടോ ഗൈസ്. ഇത് നിങ്ങളെ കഥ ഇനി മറ്റേ ഫാൻറ്റയിലിന് 2 എണ്ണത്തിന് ഇനി 2 ഫാൻറ്റയിലും കൂടെ ഉള്ളു ഗൈസ് ഇനി കാട്ടാൻ. ഫസ്റ്റ് ഫാൻറ്റയിൽ കൊണ്ടുവരുന്നുണ്ട്. അത് ഞാൻ പിടിച്ചിട്ട് വരാം. സാൻഡിൽ ഫാൻറ്റയിലിന് എടുക്കൂ. ഈ വൈറ്റ് ഫാൻറ്റയിലാണ്. ഇത് എഗ് ചെയ്തിരിക്കാനാണ് ഗൈസ്. ഇതിന് 2 എഗ്ഗിനും റിസൾട്ട് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഉണ്ടോ ഗൈസ്, അടിപൊളി ബേഡ്സ് തന്നെയാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ റേറ്റ് ഇട്ടിരിക്കുന്നത് 1500 രൂപയാണ്. ഇത് കളറായ ഇങ്ങനത്തെ കളറൊക്കെ ഇറങ്ങിയാൽ ആ റേറ്റ് തന്നെ ഞാൻ കൊടുക്കുള്ളൂ. വൈറ്റ് ഇറങ്ങിയാൽ ഞാൻ കുറച്ച് കൊടുക്കുന്നതായിരിക്കും. 1000 രൂപയ്ക്ക് അങ്ങനെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ക്വാളിറ്റി അനുസരിച്ചായിരിക്കും ഞാൻ കാശ് കൊടുക്കുക. നമ്മളെ ബേഡ്സൊക്കെ കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞിനെ ഞാൻ കാട്ടിത്തരാം. കോഴിക്കുഞ്ഞ് പെശകായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ കോഴിക്കുഞ്ഞ് വീഞ്ഞപ്പോൾ തന്നെ ഇട്ട വീഡിയോയ്ക്ക് ലൈക്കും ഇതൊന്നും കിട്ടിയില്ല. സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയില്ല. നമ്മളെ കോഴിക്കുഞ്ഞ് ചിക്കിത്തിനേറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്.